നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സ്ട്രോങ് ആണോ? നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം വേറെ ആരെങ്കിലും നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ളവരല്ലാതെ ഉള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരാൾ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഗേജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതോ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ കൺഫ്യൂസ്ഡ് ആണോ? നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ടോ എനിക്ക് ചില ആൾക്കാരോട് സംസാരിക്കാൻ കഴിയും, പക്ഷെ എന്നാൽ വേറെ ചിലരോട് എനിക്ക് ഒട്ടും സംസാരിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഞാൻ എൻ്റെ ഒരു വൈബ് മാച്ച് ആവുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ, അല്ലാത്തവരോട് എനിക്ക് സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് കഴിയുന്നേ ഇല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ പലരോട് സംസാരിക്കേണ്ടി വരുമല്ലേ? നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഇടപെടുന്നതിനപ്പുറം നമ്മൾ പല ഇൻഫർമേഷനും പല ആൾക്കാർക്കും, അത് വർക്ക് പ്ലേസിലാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ നിങ്ങൾ കൺവേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. ഇങ്ങനെ കൺവേ ചെയ്യുന്നതോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ? നിങ്ങൾ അതിൽ കഷ്ടപ്പെടാറുണ്ടോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. നമ്മളുടെ ഒരു ലാംഗ്വേജിലുള്ള പ്രൊഫഷ്യൻസിയോ അല്ലെങ്കിൽ ഗ്രാമർ തെറ്റിക്കാതെ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കുക എന്നുള്ളതോ അത് മാത്രമാണോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ? പ്രത്യേക രീതിയിൽ ഏതെങ്കിലും ആക്സെന്റിൽ സംസാരിക്കുക, ഇതൊക്കെയാണോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്? നിങ്ങൾ ആലോചിക്കുക, ഒരാൾ നിങ്ങളോട് വളരെ ഇന്ന കാര്യങ്ങളൊക്കെ, ഗ്രാമർ ശരിയാണ്, അവരുടെ ഇംഗ്ലീഷ് നല്ലതാണ് അല്ലെങ്കിൽ മലയാളം നല്ലതാണ്, എല്ലാം നല്ലതാണ്, പക്ഷെ ഇവർ പറയുന്ന കാര്യം കേട്ടിരിക്കാനേ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇവരെ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് ബോറടിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഗ്രാമറിലോ അല്ലെങ്കിൽ ആക്സെന്റിലോ അല്ലെങ്കിൽ ലാംഗ്വേജിലുള്ള പ്രൊഫഷ്യൻസി ഒക്കെ വളരെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം നമ്മൾ വേറൊരാളെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതൊരു കഴിവ് തന്നെയാണ്. ആ കഴിവ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കോൺവെർസേഷനിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, ഞാൻ അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല, എനിക്ക് ഇഷ്ടമുള്ള ഇത്രയും പേര് അവരോടൊക്കെ ഞാൻ സംസാരിക്കുള്ളൂ. മാത്രമല്ല എന്റെ തന്നെ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന, എന്റെ അതേ വ്യൂ പോയിന്റ് ഉള്ള, എന്റെ തന്നെ ഫോട്ടോസ്റ്റാറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ സംസാരിക്കൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിക്കേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതെന്നും പ്രാക്ടിക്കൽ ആണോ? ഇങ്ങോട്ട് വരുന്ന കോൺവെർസേഷൻ, ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ തന്നെ ഫോട്ടോസ്റ്റാറ്റ് ആവണം നിർബന്ധമില്ല. ചില സമയത്ത് വളരെ കാഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇന്ന ആളുമായിട്ട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല, അയാളും ഞാനും തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്നും ഈൽഡ് ചെയ്യുന്നില്ല, ഓക്കെ, അപ്പൊ നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ പ്രൊഫഷണലി അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റിംഗിൽ നിങ്ങൾ ഇന്ന ആളോട് സംസാരിക്കാൻ ഫോഴ്സ്ഡും ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാണോ ഇതെനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും നിങ്ങളല്ല, എല്ലാവരും നിങ്ങളുടെ ഓരോരോ കോപ്പിയല്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ഉൾക്കൊള്ളാൻ, അതുപോലെ തന്നെ നിങ്ങൾ മിക്കവാറും ഏത് കോൺവെർസേഷൻ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, എല്ലാവർക്കും അവനവന്റെ വ്യൂ പോയിന്റ്സ് പറയാൻ അല്ലെങ്കിൽ അവനവനെ പറ്റി പറയാനാണ് താല്പര്യം. എന്തെങ്കിലും ഒരു വിഷയത്തിനെ പറ്റിയുള്ള ഒരു സംസാരമാണെങ്കിലും അതിൽ ഞാൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഈ വിഷയമായിട്ട് എനിക്ക് എങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുള്ളൊരു പോയിന്റ് പെട്ടെന്ന് ആഡ് ചെയ്യാനാണ് ആൾക്കാർ ശ്രമിക്കാറ്. ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ പോയിന്റ്സും എത്രയും പെട്ടെന്ന് പറയാം, നിങ്ങളാണ് ഈ റൂമിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് വ്യക്തി എന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള ഒരു തിടുക്കാണ്. അത് പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പുതിയതായി കാണുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാരുടെ ശ്രദ്ധിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഞാനാണ് നിങ്ങളുടെ ഈ കൂട്ടത്തിൽ സ്മാർട്ടസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടിലാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കോൺവെർസേഷനിൽ ഫോട്ടോ വെച്ചയെ പറ്റി പറയാണ്, അപ്പം തന്നെ നിങ്ങൾ പറയണം, എന്റെ ഒരു അമ്മായി അവിടെയാണ് താമസിക്കുന്നത്, അവരുടെ വീട്ടിൽ ഇത്ര സാധനങ്ങളുണ്ട്, അവർക്കൊരു ഫാം ഹൗസ് ഉണ്ട്, ആ ഫാം ഹൗസിൽ ഇത്ര പശുക്കളുണ്ട്, ഇങ്ങനെ നിങ്ങൾ അത് നിങ്ങളെ പറ്റിയുള്ള ഒരു കോൺവെർസേഷൻ ആക്കുകയാണ് എത്രയും പെട്ടെന്ന്. ഇനി കൊച്ചു വിട്ടു, അവർ വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക് പറയാണ്, ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, അപ്പം തന്നെ നിങ്ങൾ അതിൽ കൊടുത്തിപ്പിടിച്ചു, എനിക്ക് എഞ്ചിനീയറിംഗിന് സീറ്റ് കിട്ടിയായിരുന്നു പക്ഷെ ഞാൻ പോയില്ല, അല്ലെങ്കിൽ എത്തോരം എഞ്ചിനീയേഴ്സ് ആണ് അല്ലെ? ഇയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും നിങ്ങൾ റെഡിയല്ല. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ അതിലല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു വാക്കിനെ പറ്റി നിങ്ങൾക്കുള്ള ഒരു അറിവ്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ അതിനെപ്പറ്റി ആവില്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ നിങ്ങൾ അവിടെ തന്നെ കുളത്തി പിടിച്ചു, ഓ അല്ല എനിക്കെല്ലാം മനസ്സിലായി എന്നുള്ളത് പോലെ നിങ്ങൾ ഒരാൾ പറഞ്ഞ് ഫിനിഷ് ചെയ്യാൻ പോലും സമ്മതിക്കാറില്ല. കോൺവെർസേഷനുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനകത്ത് കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് ബിഹേവ് ചെയ്യാറ്. ഒരാൾ പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കൂടിയില്ല. നിങ്ങൾ ആദ്യം തന്നെ ഇപ്പൊ എഞ്ചിനീയറിംഗ് ആ ഒരു വാക്ക് കിട്ടി, ആ വാക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം, പറഞ്ഞു തുടങ്ങുക അല്ലേ? ഇതിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പരിചയം ഡെവലപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തുടക്കത്തിലെങ്കിലും കുറച്ചൊന്ന് ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നയാൾ എന്തൊക്കെയാണ് പറയുന്നത്, ഒരാൾക്ക് പറയാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് കോൺവെർസേഷനിലും നമ്മൾ സ്മാർട്ട് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതോ ഇന്നയാൾ നമുക്ക് ഇത്ര മാർക്ക് തരേണ്ടതോ, അതായത് ഓ നിനക്ക് ഇത്രയും വിഷയങ്ങളൊക്കെ അറിയാല്ലേ,
എല്ലാത്തിനെയും പറ്റിയും ഇവർക്കൊരു ജ്ഞാനമുണ്ട് എന്നുള്ളത് നമ്മൾ ഉടനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം അറിയുന്ന ഒരാളായിരിക്കാം. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്മാർട്ടായ നിങ്ങളുടെ ഫ്രണ്ടിനെ, നിങ്ങൾക്ക് കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കൊലീഗിനെ, ഫ്രണ്ടിനെ വിളിച്ചിട്ടാണോ സംസാരിക്കാറ്? അല്ലല്ലോ. നിങ്ങളെ കേട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു വ്യക്തിയല്ലേ നിങ്ങൾ വിളിച്ച് എന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങളും അങ്ങനെ ഒരു വ്യക്തി ആവുകയാണെങ്കിലല്ലേ നിങ്ങൾക്കൊരു കോൺവെർസേഷൻ നന്നായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നന്നായി കോൺവെർസേഷൻ കൊണ്ടുപോകാൻ കഴിയുന്നവര്, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മിക്ക ആൾക്കാരും അവർ നല്ല ലിസണേഴ്സ് ആയിരിക്കും. ഒരാൾ പറയുന്ന കാര്യം, അവരുടെ ഇൻപുട്ട് അവരെ പറ്റി പറയാതെ തന്നെ കുറച്ചു നേരമെങ്കിലും അവർക്ക് സഹിച്ച് കേട്ടിരിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അവർക്ക് ഒരാളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു സ്റ്റെപ്പും ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചു നേരം ലിസൺ ചെയ്യുക. ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ 10 സെക്കൻഡും നിങ്ങളും അതിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് പറയുന്നതിലല്ല കോൺവെർസേഷൻ. ആദ്യം ഈ വ്യക്തി എവിടുന്നാണ് വരുന്നത്, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം കേൾക്കാൻ റെഡി ആണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കേൾക്കാൻ റെഡിയാന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈമർ വെച്ചിട്ട് ആ 10 സെക്കൻഡ് ഇയാൾ പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്നുള്ളതല്ല. കേൾക്കുക എന്നുള്ളതും മനസ്സിലാക്കുക എന്നുള്ളതും ചെറിയ ഗ്യാപ്പുള്ള ഒരു കാര്യമാണല്ലേ. ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇന്ന ആളെ മനസ്സിലാക്കുകയാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കുന്നതിലൂടെ നിങ്ങൾ ആ ആളെ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇയാളുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇയാൾ പറയുന്നതെങ്കിൽ ഇയാളുടെ ഇപ്പോഴത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇയാളുടെ പറയുന്നതിന്റെ രീതി, ഇയാളുടെ വേൾഡ് വ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഓപ്പോസിറ്റ് ഉള്ള ആളെ ഗേജ് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് നിങ്ങൾ ആദ്യത്തെ 2-3 മിനിറ്റ് ഓഫ് യുവർ കോൺവെർസേഷൻ നിങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരാളെ ഗേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് കൂടി ഒരു കോൺവെർസേഷൻ ഇത്ര നേരം കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവരുടെ എല്ലാ പോയിന്റ്, അവർ പറയുന്ന എല്ലാ അവരുടെ വേൾഡ് വ്യൂ ഒക്കെ നിങ്ങളുമായിട്ട് വളരെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെല്ലാം അഗ്രി ചെയ്യണമെന്നോ അല്ലെ നിങ്ങൾ പറയുന്നത് ശരിയാണോ, എന്റെ വേൾഡ് വ്യൂ ഞാൻ മാറ്റാം, അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ ആളെ നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് അയാൾക്ക് ഉണ്ടാവുക. ദ പേഴ്സൺ ഫീൽസ് ഹേർഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇയാൾ പറയുന്ന എല്ലാ കാര്യവും ഞാൻ ഇന്ന് തൊട്ട് അഗ്രി ചെയ്യുന്നു, ഇയാൾ പറയുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും, ഞാൻ ഇനി അടുത്ത ആളെ മീറ്റ് ചെയ്യുമ്പോൾ അയാൾ പറയുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞാൻ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, അഗ്രി ചെയ്യുന്നു എന്നുള്ളതല്ല. കേൾക്കുന്നു മനസ്സിലാക്കുന്നതും അഗ്രി ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അഗ്രി ചെയ്യാത്തൊരു കാര്യമാണെങ്കിലോ അത് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് വീണ്ടും ഒരു ഹയർ ഓർഡർ തിങ്കിങ് ആണ്. അത് നല്ലത്. അങ്ങനെയും കൂടി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പിന്നെ വേറൊരു വിഷയമില്ല. ഇനി നിങ്ങൾക്ക് അയാളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരാൾ പറയുന്ന ഒരു കാര്യം നമ്മൾ ഒപ്പോസ് ചെയ്യാതെയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പോയിന്റ് ആഡ് ചെയ്യാതെ കേൾക്കുന്നു എന്നതിന്റെ അർത്ഥം നമ്മൾ അയാളോട് അഗ്രി ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മൾ ജസ്റ്റ് അയാളെ കേട്ടു, അയാളെ ഞാൻ മനസ്സിലാക്കുന്നു, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വ്യൂ പോയിന്റ്സും അയാളുടെ വ്യൂ പോയിന്റ്സുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അപ്പം തന്നെ അവിടെ കൊണ്ടുവന്ന് നിങ്ങളിൽ ആരാണ് ശരി എന്നുള്ളത് അവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കുക ഓരോ കോൺവെർസേഷനിലും. ഇന്ന ആളുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ്, ഇന്ന ആളെ നിങ്ങൾ എത്ര നേരം കാണുന്നു, എത്ര നേരം മീറ്റ് ചെയ്യുന്നു, ഇയാളുടെ അടുത്ത് എന്റെ വ്യൂ പോയിന്റ്സ് പ്രൂവ് ചെയ്ത് ഇയാളോട് ഞാൻ ജയിച്ചതുകൊണ്ട് എനിക്ക് എന്താണ് കിട്ടുക? ഒന്നും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് കളയേണ്ട കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലാംഗ്വേജിന്റെ ഫ്ലുവൻസിയെക്കാളും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആക്സെന്റിനേക്കാളും ഗ്രാമറിനേക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ മറ്റേ വ്യക്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി ഒരു സമയം കൊടുക്കുക എന്നുള്ളതും. മറ്റേ ആളുടെ വ്യൂ പോയിന്റ് നിങ്ങളുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അപ്പം തന്നെ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതല്ല. ഇനി ആളുടെ സംസാരം നിങ്ങൾ കേട്ടിരുന്നത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അയാളുടെ വ്യൂ പോയിന്റുമായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ആ ആളുടെ എല്ലാ വ്യൂ അഗ്രി ചെയ്ത് വേറെ ആളായി മാറുന്നൊന്നുമില്ല. കേട്ടു മനസ്സിലാക്കി എന്നുള്ളത് അയാളുടെ വ്യൂ പോയിന്റ് ആണ്. നമ്മൾ അയാളുടെ വ്യൂ പോയിന്റ്സ് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ ഓപ്പോസിറ്റ് ആ കോൺവെർസേഷനിൽ അപ്പുറത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഒരാൾ നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും റെഡി ആണെങ്കിൽ, അവര് നിങ്ങളോട് സംസാരിക്കുന്ന രീതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ആ കോൺവെർസേഷൻ തുടർന്നു കൊണ്ടുപോകാൻ തോന്നില്ലേ? ആ ആളോട് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു കണക്ട് എന്താണ്? അതുപോലെ ഏതൊരാളെ കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ കുറച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഏതൊരു കോൺവെർസേഷനും ലാംഗ്വേജ് ബാരിയറിനപ്പുറം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലുവൻസി, ഗ്രാമർ ഇതിനപ്പുറം വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, മീനിങ് ഫുൾ ആയിരിക്കും. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.